കുറച്ച് കാലങ്ങളായി നമ്മൾ പാവറട്ടിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നു തീരദേശ മേഖലകളെ വനവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ പല ചാനലുകളിലും പല രീതിയിലും പല സമരങ്ങളിലൂടെയും നമ്മൾ കണ്ടു. ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ, ആരിത് പിൻവലിക്കണം, എന്താണ് ഇതിന്റെ ഇപ്പോഴത്തെ സ്റ്റാൻഡ്, എന്തൊക്കെയാണ് ഇതിന് ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്, അല്ല പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്നത്, പാർട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്നത്, MLA-ക്ക് ചെയ്യാൻ കഴിയുന്നത്, MP-ക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടിയാണ് OJ ഷാജൻ മാസ്റ്ററുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. എന്താണ് നിലവില് തീരദേശത്തെ ജനങ്ങൾക്ക് താങ്കൾക്ക് കൊടുക്കാനുള്ള ആ ഒരു മറുപടി? ഈ വിഷയം ഉണ്ടാവുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ എല്ലാവരുടെ കയ്യിലും അതിൻ്റെ മിനിറ്റ്സിൻ്റെ കോപ്പി അടക്കമുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം 2021 ജനുവരി 1-ാം തീയതി രാമനിലയത്തിലെ മന്ത്രി, അന്നത്തെ വനംവകുപ്പ് മന്ത്രി രാജുവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു MLA-മാരെ മാത്രം വിളിച്ചുകൂട്ടി, വനംവകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും MLA-മാരെയും തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ MLA-മാരെയും മന്ത്രി രാജു വിളിച്ചുകൂട്ടിയ ആ യോഗത്തിൻ്റെ തീരുമാനമാണ് പാവറട്ടി പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്ന പാവറട്ടി പഞ്ചായത്തിൻ്റെ കൈവശമുള്ള 234 ഏക്കറോളം ഭൂമി ഏറ്റെടുത്തുകൊണ്ട് അതിനെ കരട് പ്രഖ്യാപനത്തിലൂടെ വനമാക്കി മാറ്റാനുള്ള തീരുമാനമുണ്ടാവുന്നത്. അന്നത്തെ മിനിറ്റ്സിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ഒരു പരിഹാര വനമായി ഉപയോഗിക്കാം, ഇവിടെ കണ്ടലിൻ്റെ കാടുണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കരട് വിജ്ഞാപനം വരുന്നത്. ഈ കരട് വിജ്ഞാപനം വരുമ്പോൾ നമുക്കറിയാവുന്നത് പോലെ ഇപ്പോൾ ഏതാണ്ട് 3 വർഷമാവുകയാണ്. ഈ കരട് വിജ്ഞാപനം വരുന്നത് സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരമാണ്. അതിനടിസ്ഥാനമായത് ഈ പറയുന്ന രാമനിലയത്തിൽ ചേർന്ന യോഗമാണ് എന്ന കാര്യത്തിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ അന്ന് മുതൽ നിരന്തരമായി വിവിധ സംഘടനകൾ, തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് കൂട്ടായ്മകൾ നിരവധിയായ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായ ഒരു പുഴയെ, ഒരു പരിസ്ഥിതിയെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനെ കാടാക്കി മാറ്റുന്ന ഒരു സംവിധാനമാണ് ഈ ഉത്തരവിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ കാടാക്കി മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തം അനുഭവിക്കേണ്ടത് നാട്ടുകാരാണ് എന്നുള്ളതും, പലയിടങ്ങളിലും ഇങ്ങനെ പല കണ്ടൽ മേഖലയും അല്ലാത്തതുമായ വനവൽക്കരണ പ്രഖ്യാപനത്തിലൂടെ പലതും വനമാക്കി മാറ്റിയപ്പോൾ പല സ്ഥലത്തും ആളുകളുടെ ജീവിതം ബുദ്ധിമുട്ടിലായതിൻ്റെ അനുഭവം മറ്റുള്ളവരിൽ നിന്ന് മനസ്സിലായതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പാവറട്ടി പഞ്ചായത്തിൻ്റെ തീരമേഖല എന്ന് പറയുമ്പോൾ അതിനോട് തൊട്ടുകിടക്കുന്ന വെങ്കിടങ്ങ്, മുല്ലശ്ശേരി, ഒരുമനയൂര്, ഏങ്കണ്ടിയൂര് അടക്കമുള്ള മേഖലകളിലെ പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമാക്കാൻ സാധ്യതയുള്ള ഒരു നിയമമായിട്ട് ഈ കരട് വിജ്ഞാപനം മാറുന്നത്. ഈ കരട് വിജ്ഞാപനം അതിൻ്റെ ഒരു സ്വാഭാവികമായ പരിണാമം എന്ന നിലയിൽ അസൽ വിജ്ഞാപനമായി മാറുമ്പോൾ സ്വാഭാവികമായും കാടൻ നിയമങ്ങൾ എന്ന് പറയുന്നത് ആ കാടിനോടനുബന്ധിച്ച് വരുന്ന നിയമങ്ങൾ, അത് കാടിനോടനുബന്ധിച്ച് വരിക എന്ന് പറയുമ്പോൾ ഏതാണ്ട് 7-8 ഏക്കർ ഭൂമി ചേറ്റുവ പാലത്തിൽ നിന്ന് കാണാവുന്ന ആ ഭൂമി ഓൾറെഡി കണ്ടൽ വന മേഖലയായിട്ട് പ്രഖ്യാപിച്ച് കഴിഞ്ഞതാണ്, അതിൻ്റെ വിജ്ഞാപനം വന്നു കഴിഞ്ഞതാണ്. ആ മേഖല ഇനി വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പക്ഷി സങ്കേതമായി പ്രഖ്യാപിക്കാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെ കൂടി വരുമ്പോൾ അതിൻ്റെയൊക്കെ ഇഫക്റ്റ് ഈ ബഫർ സോൺ അടക്കമുള്ള വിഷയങ്ങൾ ഈ പറയുന്ന മേഖലയെ ഗൗരവതരമായി ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് തീരമേഖലയുമായി ബന്ധപ്പെട്ട ജനവിഭാഗങ്ങൾ മുഴുവൻ ഒരുപാട് സംഘടനകളിലൂടെ ഒരുപാട് കൂട്ടായ്മകൾ ഉണ്ടാക്കിക്കൊണ്ട് സമരരംഗത്ത് ഉള്ളത്. താങ്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കൾ പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഇരുന്നിട്ടുള്ള ഒരാളാണ്, ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവാണ്. ഇത് 2019 മറ്റോ ആണ് ഈ തീരദേശത്ത് ഒരു സർവേ നടക്കുന്നത്. ഈ സർവേയുടെ അടിസ്ഥാനം എന്താണ് എന്ന് അന്നത്തെ പഞ്ചായത്ത് ഭരണകർത്താക്കൾക്ക് അറിയാമോ? അതായത് അന്ന് പഞ്ചായത്തിനോട് വനം വകുപ്പ് എഴുതി ചോദിക്കുകയാണ്. 2019 ആ കാലഘട്ടത്തിലുള്ള ഭരണസമിതിയുടെ, അന്ന് UDF-ന്റെ ഭരണസമിതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ സമയത്തെ ഭരണസമിതിയോട് ഈ പുഴ പുറമ്പോക്ക് എന്ന് അവർ പറയുന്ന പെരിങ്ങാട് പുഴ, ഈ 234 ഏക്കർ ഭൂമി വിട്ടു തരണമെന്നാവശ്യപ്പെട്ട് കത്തെഴുതിയിട്ടുണ്ട്. അത് പഞ്ചായത്തിലുണ്ട്.
ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്ന ഭരണസമിതി തീരുമാനം എഴുതിയിട്ടുണ്ട്. ഇത് ഒരു കാരണവശാലും ഈ പുഴ പുറമ്പോക്കായി പറയുന്ന ഈ 234 ഏക്കർ ഭൂമി സർക്കാരിന് വിട്ടുകൊടുക്കുന്നില്ല, വനംവകുപ്പിനെ വിട്ടുകൊടുക്കുന്നില്ല. അത് പഞ്ചായത്ത് തന്നെ പരിപാലിച്ചു കൊള്ളാമെന്ന് കൃത്യമായി എഴുതി കൊടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ പറയുന്ന പല പുറമ്പോക്കിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനുള്ള സർവേയും കാര്യങ്ങളൊക്കെ നടത്തിയത്. ആ സർവേ നടത്തിയിട്ട് അതിൽ പുഴ പുറമ്പോക്ക് എത്രയാണ്, കയ്യേറ്റം എത്രയാണെന്നൊക്കെ കൃത്യമായിട്ട് രേഖകളിലായിട്ടുണ്ട്. ആ കയ്യേറ്റമൊന്നും അവർക്ക് തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സമരവും ഇവിടുത്തെ ആരും നടത്തുന്നില്ല. അല്ല, ഒരു മിനിറ്റ്. ഈ അന്ന് പുറമ്പോക്കും കയ്യേറ്റ ഭൂമിയും കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ കയ്യേറ്റക്കാർക്കെതിരെ അന്നത്തെ പഞ്ചായത്ത് എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിരുന്നു? പഞ്ചായത്ത് നടപടികൾ അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഞാനില്ല. പക്ഷെ കയ്യേറ്റം അത് ഒഴിപ്പിച്ചെടുക്കാനുള്ള നടപടിയുമായിട്ട് സർക്കാരും റവന്യൂ വകുപ്പും മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് എന്റെ അറിവ്. അതില് പലരും കേസ് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ നടപടി ആയതുകൊണ്ടാണല്ലോ അവര് കേസ് കൊടുക്കുന്നത്. ഈ സർവേ നടത്തി അതിന് ജണ്ട അല്ലെങ്കിൽ അതിന് അടയാളം സർവേ കല്ലുകളൊക്കെ നിക്ഷേപിച്ചതോടുകൂടി ആ ഭൂമി അവരുടേതല്ലാതായി മാറിയ സാഹചര്യമുണ്ട്. അപ്പൊ അതിനെതിരെ പലരും കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് പലരുടെയും നടക്കുന്നുണ്ട്. അതിൽ പഞ്ചായത്ത് സർവേ നടത്തി പഞ്ചായത്തിന്റെ പൈസ ചെലവ് ചെയ്തുകൊണ്ട് പഞ്ചായത്തിന്റെ ഭൂമി അല്ല, ഒരു സംശയം. അതായത് പഞ്ചായത്താണല്ലോ ഇത് വിട്ടുകൊടുക്കില്ല, വനവകുപ്പിന് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞത് പഞ്ചായത്ത്. അതെ, ഇതേ പഞ്ചായത്താണ് അവരുടെ ഭൂമി, പുറമ്പോക്ക് ഭൂമി തിട്ടപ്പെടുത്തി പഞ്ചായത്ത് സംരക്ഷിക്കാൻ വേണ്ടി പഞ്ചായത്ത് അളന്നെടുക്കുന്നത്. അതെ. അപ്പൊ പഞ്ചായത്ത് സർവേ നടത്തി അതിര് നിശ്ചയിക്കാനുള്ള നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു സർവേ നടത്തി സർവേയർ വന്ന് അതിന് അതിർത്തി നിശ്ചയിച്ച് അത് ഏറ്റെടുക്കൽ നടപടിയാണ് നടക്കുന്നത്. അപ്പൊ അതിനെതിരെയാണ് ഇവർ കേസ് കൊടുക്കുന്നത്, ഈ കക്ഷികൾ കേസ് കൊടുക്കുന്നത്. പഞ്ചായത്തിൻ്റെതായി മാറിക്കഴിഞ്ഞു. അപ്പൊ പഞ്ചായത്തിൻ്റെതായ ഭൂമി വിട്ടുകൊടുക്കില്ല എന്ന് പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട്. ആ സർവേ നടന്ന സമയത്ത് അവർ കത്തെഴുതിയപ്പോൾ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടും പഞ്ചായത്തിനെ മറികടന്ന് ഒരു സർക്കുലർ അല്ലെങ്കിൽ ഒരു വിജ്ഞാപനത്തിലൂടെ ഇത് ഏറ്റെടുക്കണുണ്ടായത്. ആ ഏറ്റെടുക്കാൻ ഇനിയിപ്പോൾ അതും കൂടി ഉണ്ടല്ലോ. ആ ഏറ്റെടുക്കുന്ന കാര്യം ചർച്ച ചെയ്തത് ഒരു യോഗത്തിലാണ്, രാമനിലയത്തിൽ ചേർന്ന 1/1/2021 അന്നത്തെ മന്ത്രി, വനംവകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട രാജുവിന്റെ നേതൃത്വത്തിലാണ് ഇത് നടന്നതെന്ന് പറയുന്നു. ആ യോഗത്തില് MLA-മാരെ അല്ലാതെ മറ്റ് അതിന് താഴെ വരുന്ന ഒരു ജനപ്രതിനിധിയെ പോലും വിളിച്ചിട്ടില്ല, പഞ്ചായത്തിനെ വിളിച്ചിട്ടില്ല. ആ മേഖലയിൽ ബന്ധപ്പെട്ട ജനപ്രതിനിധികളുണ്ട്. ഇവരെ ആരെയും വിളിക്കാതെ സർക്കാരിന്റെ 100 കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി മാത്രം വളരെ വേഗതയിൽ 100 കൊണ്ട് പൂർത്തിയാക്കണ നടപടി എന്നുള്ള നിലയിൽ ആ ഒരു യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ അതിൽ ഈ വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട്, ഈ രാമനിലയത്തിൽ നടന്ന യോഗത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ്, ആ യോഗത്തിലെ തീരുമാനമനുസരിച്ചാണ് ഇത് ഏറ്റെടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതായത് ഒരു ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി മാത്രം നടത്തിയ യോഗം. അതിൽ ആ യോഗത്തിൽ MLA-മാരെ വിളിച്ച് അവരെ കൊണ്ട് പറയിപ്പിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്ന ഒരു സംഗതിയാണ് അവിടെ ഉണ്ടായത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയമായിട്ട് ഇപ്പോൾ മാറിയിട്ടുള്ളത്. വനവൽക്കരണം ഇത് ആരാണ് ശരിക്ക് ഇത് പിൻവലിക്കാൻ മുന്നിട്ട് ഇറങ്ങേണ്ടത്? പിൻവലിക്കാൻ അതിന് കഴിയുക എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഇത് ഏറ്റെടുക്കുന്നത് സർക്കാർ ഒരു കരട് വിജ്ഞാപനം അനുസരിച്ചാണ് സർക്കാർ ഇത് ഏറ്റെടുക്കുന്നത്. സർക്കാരിന്റെ ഉത്തരവനുസരിച്ചാണ്, മന്ത്രിയുടെ ഒരു ഒപ്പോടുകൂടിയാണ് ഇത് ഏറ്റെടുക്കപ്പെടുന്നത്. അത് പിൻവലിക്കാൻ ഇതേ മന്ത്രി തന്നെ ഒപ്പിടണം, ഇതേ മന്ത്രിസഭയുടെ തീരുമാനം വേണം. അപ്പൊ ആ തീരുമാനം എടുക്കുന്നതിന് പകരം ഇവിടുത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു നിലപാടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ പേരിൽ ഒരു ആരോപണം വന്നിരുന്നു, ഒരു കണ്ടൽ നട്ടു വളർത്തിയത് താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകളാണെന്ന് പറഞ്ഞു. അതിലെന്താണ് അതിന്റെ ഒരു സത്യാവസ്ഥ? കാരണം പല മേഖലകളിൽ ചെല്ലുമ്പോഴും താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ടൽ നട്ട് വളർത്തിയത് കൊണ്ടാണ് ഇവിടെ വനമേഖലയായി വരുന്നത് എന്നുള്ള ഒരു രാഷ്ട്രീയ എതിർപ്പ് അവിടെ വന്നിരുന്നു. അപ്പൊ താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ കണ്ടൽ നട്ടു വളർത്തി അതുകൊണ്ട് പേരിലാണ് ഈ വനം വരുന്നത് എന്ന് പറയുമ്പോ നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, OJ ഷാജൻ ഇവിടെ കണ്ടല് നട്ടു വളർത്തിയത് കൊണ്ട് സംസ്ഥാന സർക്കാർ ഇത് വനമാക്കുന്നു എന്നാണ് അവര് പറയുന്നതിന്റെ ഒരു ലക്ഷ്യം. ഇത് ഒരു തരത്തിൽ പറഞ്ഞാല് ഇവിടെ ഈ പാവർട്ടിയിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി തൽപര കക്ഷികൾ നടത്തുന്ന ഒരു പ്രചരണം എന്നുള്ളതിന്റെ അപ്പുറത്ത് അതിന് മറ്റൊരു വിലയും ഞാൻ കൽപ്പിക്കുന്നില്ല. കാരണം
2005 ഞാൻ പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. 2006 മറ്റോ അവിടുത്തെ ഒരു പരിസ്ഥിതി സംഘടന കണ്ടൽ നടാൻ യോഗം നടത്തുമ്പോൾ അതില് ഞാനായിരുന്നു വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ അതിന്റെ ഉദ്ഘാടകനോ അധ്യക്ഷനോ മറ്റോ. ശരിയാണ്, അന്ന് 2005 ഈ പറയുന്ന പുഴയുടെ തീരങ്ങളിൽ കണ്ടൽ നട്ടുവളർത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് സർക്കാർ പദ്ധതികൾ വയ്ക്കുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി വയ്ക്കുന്നു. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത്. മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട MP സിദ്ധാർത്ഥനായിരുന്നു പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ കാലത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് എന്ത് പദ്ധതി? കണ്ടൽ നടാനുള്ള പദ്ധതി അവിടെ പ്രോജക്റ്റ് വെച്ച് നടപ്പാക്കിയത് ഈ സിദ്ധാർത്ഥേട്ടന്റെ കാലത്താണ്. അത് കഴിഞ്ഞു. പിന്നീട് സർക്കാരിന്റെ ഒരുപാട് പദ്ധതികൾ വന്നു. ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി വന്നു. 2017 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നേതൃത്വം കൊടുക്കുന്ന കണ്ടൽ നടിയിൽ പരിപാടി നടന്നു. ഇതൊക്കെ സർക്കാരിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നത് ചരിത്രം മാറ്റിവെച്ചുകൊണ്ട് ഇതിൽ UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ചില ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് 2005 അന്ന് നട്ട കണ്ടലാണ് ഇത് ഏറ്റെടുക്കാൻ കാരണമെന്ന് ഇന്ന് ചില രാഷ്ട്രീയ തൽപര കക്ഷികൾ പ്രചരിപ്പിക്കുമ്പോ യഥാർത്ഥത്തിൽ അവരോട് സങ്കടം തോന്നുക. ഇവിടെ വിഷയം എന്താണ്? ഇവിടെ അന്ന് കണ്ടൽ നട്ടു, ശരി, നമ്മളൊന്നും കണ്ടലിന് എതിരല്ല, കണ്ടൽ സംരക്ഷിക്കപ്പെടേണ്ടതാണ്, ശരി. പക്ഷേ ഇതിന് പ്രോത്സാഹിപ്പിച്ച സർക്കാരും ബ്ലോക്ക് പഞ്ചായത്തും മറ്റു പഞ്ചായത്തുകളും ഒക്കെ നിലനിൽക്കുമ്പോൾ അന്ന് കണ്ടൽ നട്ടയില് അന്നത്തെ ഫോട്ടോ ചില ആളുകളുടെ ശേഖരത്തിൽ നിന്ന് എടുത്ത് അതിൽ നിൽക്കുന്ന കോൺഗ്രസ്സുകാരെ വട്ടം വരച്ച് UDFകാരെ വട്ടം വരച്ച് കാണിക്കുന്ന ഒരു രീതിയിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. അത് മാറുന്നതിന് കാരണം എന്ത്? അവിടെയാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഇതുകൊണ്ടാണ് അത് വന്നത് എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നവർ ഒരു കാര്യം ചെയ്താൽ മതി, ഈ വിജ്ഞാപനം അങ്ങോട്ട് പിൻവലിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? ഈ നാട് രക്ഷപ്പെട്ടില്ലേ? ഈ വിജ്ഞാപനം പിൻവലിക്കാൻ ഇവർക്ക് കഴിയില്ല. അതാണ് ഇപ്പോ ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. അതുകൊണ്ട് ഇത് കൊടുക്കുന്നത് UDF ആണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് അവരുടെ രാഷ്ട്രീയ ബോധം മാറുകയാണ്. അവരെ സംബന്ധിച്ച് ഇത് UDFകാര് കൊണ്ടുവന്ന സാധനം, അതുകൊണ്ട് ഇത് വനമായി മാറി എന്ന് പറയുന്നത് അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. അവര് കൊണ്ടുവന്ന ആ കരട് വിജ്ഞാപനം പിൻവലിച്ചാൽ ഈ വിഷയം ഇവിടെ അവസാനിച്ചു. ഈ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഇവിടെ ഓഫീസ് പൂട്ടിപ്പൊക്കോളും. ഒരു വിഷയവും ഈ കാര്യത്തിലില്ല. അത് പിൻവലിക്കാൻ ഈ സർക്കാർ ഉത്തരവിടണം. നമ്മൾ വേറൊരു വാചകം കൂടി ഓർക്കണം. MM മണി MLA ഇടുക്കി, അദ്ദേഹത്തിന്റെ സഹോദരൻ കയ്യേറ്റം കാര്യമൊക്കെ നടത്തിയത് അവിടെ നിന്നോട്ടെ. MM മണിയുടെ ഒരു വാചകം ഞാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഇത് ഏറ്റെടുക്കാൻ ആരെങ്കിലും വന്നാൽ അവര് ശരിയായ രീതിയിൽ മടങ്ങിപ്പോകില്ല എന്ന് പറയുന്ന തരത്തിലുള്ള MLAമാർ ഇടതുപക്ഷത്തുണ്ട്. ഇവിടെ ഇത് ഏറ്റെടുത്തോട്ടെ, എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറുന്നത് അപഹാസ്യമാണ്. ഇടപെടണ്ടേ? ഇവിടുത്തെ ഈ സർക്കാരിനെ കൊണ്ട് തീരുമാനമെടുപ്പിക്കേണ്ട ആളാരാ? MLA ആണ്. MLA കൃത്യമായി അത് പറയണം. ഇവിടെ വനമാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഒരു 2 ദിവസം നിരാഹാരം കിടക്കട്ടെ, അല്ലെങ്കിൽ 2 ദിവസം സമരം ചെയ്യട്ടെ, അല്ലെങ്കിൽ 4 ദിവസം MLA സമരം ചെയ്താൽ നാട് മുഴുവൻ അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കും. അങ്ങനെ നിന്നാൽ ഈ വിജ്ഞാപനം പിൻവലിക്കപ്പെടും. പക്ഷെ അത് ചെയ്യാനുള്ള ആർജവം, ഇച്ഛാശക്തി, ഇതൊക്കെ ഈ തരത്തിൽ ഇത് 2005 4 കണ്ടൽ നട്ടുകൊണ്ടാണ് ഇവിടെ വനവൽക്കരണം ഉണ്ടായത്, അതുകൊണ്ടാണ് ഇവിടെ വിജ്ഞാപനം ഉണ്ടായത് എന്ന് പറയുന്നതിന്റെ അപ്പുറത്ത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായി? അതിന് ആ കരട് വിജ്ഞാപനത്തിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുള്ള നമ്മുടെ മിനിറ്റ്സിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ മിനിറ്റ്സിൽ എഴുതിയിട്ടുള്ളത് ഈ ഭൂമി കിട്ടിയാൽ 90 ജില്ലാനം ഹെക്ടർ ഭൂമിയാണ്, 234 ഏക്കറിൽ പരം ഭൂമിയാണ്. ഈ ഭൂമി കിട്ടിയാൽ ഇത് പരിഹാരവനമായി ഉപയോഗിക്കാം. പരിഹാരവനം എന്ന് പറയുമ്പോൾ മറ്റിടങ്ങളിൽ വനഭൂമി ഉപയോഗിക്കുമ്പോൾ അതിന് കാണിച്ചു കൊടുക്കാനുള്ള ഭൂമിയായിട്ട് ഇത് ഉപയോഗിക്കാം. മറ്റു പലയിടത്തും വനത്തിലൂടെ മലയോര ഹൈവേ അടക്കമുള്ളവ ഉണ്ടാക്കുമ്പോൾ അതിനുള്ള ബദൽ വനഭൂമിയായിട്ട് ഇന്ന് നിലവിൽ ഇന്ത്യ മഹാരാജ്യത്തെ നിയമം അനുസരിച്ച് വനഭൂമി കുറയാൻ പാടില്ല. അപ്പൊ വനഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഈ ലംബോദരൻ അടക്കമുള്ള അതുപോലെയുള്ള കയ്യേറ്റക്കാരുണ്ടെങ്കിൽ അവർക്ക് പതിച്ചു കൊടുക്കുമ്പോ അതിന് പകരം കാണിച്ചു കൊടുക്കാനുള്ള ഭൂമിയായിട്ട് നമ്മുടെ പെരിങ്ങാട് പുഴ മാറുമ്പോ
ഈ പറയുന്ന സർക്കാരിന് അല്പം ബുദ്ധിമുട്ടുണ്ടാവും ഇത് പിൻവലിക്കാൻ. അതിനോടൊപ്പം MLA നിൽക്കുക. MLA നിൽക്കണതിനൊപ്പം ഇവിടുത്തെ ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകൾ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ചില തൽപര കക്ഷികൾ ഇത് പിൻവലിക്കാനുള്ള ഉത്തരവ് ഇറക്കാൻ ശ്രമം നടത്തുന്നതിന് പകരം ഇത് 2005 അവര് ചെയ്തിട്ടുണ്ട്. 2006 ഇവരുടെ ഈ പറയുന്ന തൽപര കക്ഷികളുടെ ഭരണത്തിന്റെ കാലത്ത് ഇവിടെ കണ്ടൽ നടൽ നടത്തിയിട്ടുണ്ട്. 2017 നടത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ കാലാകാലങ്ങളായി കണ്ടൽ നടിയിൽ പദ്ധതികൾ നടത്തുന്നുണ്ട്. അത് പല ക്ലബ്ബുകളും കൂട്ടായ്മകളും ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നില്ല. ഒപ്പം നടത്തുന്ന മറ്റൊരു പ്രചരണമാണ് ഷാജൻ മാസ്റ്റർ കാലത്ത് പഞ്ചായത്ത് ഭരണസമിതി ഇത് വനമായി ഏറ്റെടുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു എന്ന ഒരു കള്ളപ്രചരണം. CPM-നും ഇടതുമുന്നണിക്കും ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടാൻ കഴിയാതെ വിഷമിച്ചു നിൽക്കുമ്പോൾ അതിന് ഇടപെടാൻ കഴിയാത്തതിന് പകരം മറ്റുള്ളവരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗതികെട്ട സമീപനം ഇവരുടെ ഭാഗത്ത് കാണാണ്. ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലും ചില യോഗങ്ങളിലും ഇങ്ങനെ പ്രചരിപ്പിക്കാൻ തുടങ്ങുന്നു എന്നുള്ളത് ഇവരെ കൊണ്ട് ഇത് പിൻവലിപ്പിക്കാൻ കഴിയില്ല എന്നതിൻ്റെ അടയാളമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന ആളുകൾ ഇതിന്റെ ഗൗരവം ബോധ്യപ്പെടാതെയാണോ അതോ സർക്കാരിനെതിരെ എങ്ങനെ പറയാ എന്ന് പേടിച്ചിട്ടാണോ എന്ന് അറിയില്ല. അവരിപ്പോഴും പറയണ പണ്ട് കണ്ടൽ നട്ടതെന്ന് പറഞ്ഞിരിക്കുക. ഇത് കാരട് വിജ്ഞാപനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടണ്ടേ? താങ്കളൊരു കേസ് കൊടുത്തിരുന്നല്ലോ ഹൈക്കോടതിയിൽ. ആ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കേസ് നമുക്ക് അറിയാവുന്നത് പോലെ സർക്കാരിന്റെ താല്പര്യമനുസരിച്ചും അതിൽ ഹാജരാകുന്ന സർക്കാർ വക്കീലിന്റെ ഇഷ്ടത്തിനനുസരിച്ചും അതിങ്ങനെ നീണ്ടു പോവുകയാണ്. നമ്മളിത് കൊടുത്തു പഞ്ചായത്തിനോടും അതുപോലെ തന്നെ വനം വകുപ്പിനോടും അതിന്റെ വിശദീകരണം ചോദിച്ചു. ആ വിശദീകരണം അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ കേസ് എടുക്കല് നീണ്ടുപോകുന്ന സാഹചര്യമാണ് ഇപ്പം നിലവിൽ. അത് ഞാൻ കരുതുന്നത് ബഹുമാനപ്പെട്ട കോടതി വൈകാതെ ഏറ്റെടുത്ത് അതിലൊരു സ്റ്റേ തരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സർക്കാരിന്റെ സമ്മർദ്ദം കൊണ്ടാകാം അതങ്ങനെ നീണ്ടുപോവുകയാണ്. ഇവിടെ ഈ പഞ്ചായത്തിലെ പല ആളുകളും പറയുന്നത് കേൾക്കുന്നു, താങ്കൾ കേസ് കൊടുത്തത് കൊണ്ട് മറ്റൊരാൾക്കും കേസ് കൊടുക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല, എനിക്ക് വേറെ കേസ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ആരോപണം അത് പുറത്തു വരുന്നുണ്ട്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? എൻ്റെ പ്രിയപ്പെട്ട ഷിനി, നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലും താരതമ്യേന ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരതയുള്ള അല്പം പ്രബുദ്ധരായ ആളുകളുമുള്ള സ്ഥലവുമായ കേരളത്തിലും പാവർട്ടിയിലൊക്കെയാണ്. ഇതൊക്കെ ഇവരിങ്ങനെ പ്രചരിപ്പിക്കുമ്പോ അല്ല അത് ശരിയാ, ഒരാൾ കേസ് കൊടുത്ത 1500 അല്ല, കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും വേണമെങ്കിൽ കേസ് കൊടുക്കാം. ഓരോരുത്തർക്കും അവരുടെ. ഞാൻ കേസ് കൊടുക്കുമ്പോ ഇത് നാടിനെ ബാധിക്കുന്ന വലിയൊരു വിഷയമാണ്. അതിന്റെ അപ്പുറത്ത് ഇവിടുന്ന് പുഴയുടെ കരയിൽ നിന്ന് ഒരു 500 മീറ്റർ അകലയുടെ ഉള്ളിൽ 500 മീറ്ററിന്റെ ഉള്ളിൽ എന്റെ ഭൂമിയുണ്ട് സാർ. ഞാനും ഈ പറയുന്ന അത് കയ്യേറ്റ ഭൂമിയല്ല, എന്റെ പൂർവികര് അവരുടെ ജന്മാവകാശമായി ലഭിച്ചിട്ടുള്ള സ്വത്ത് ഭൂമി ഭാഗത്ത് കിടക്കണ. അത് പുഴയുടെ കരയിലല്ല, പക്ഷെ 500 മീറ്ററിന്റെ ഉള്ളിലാണ്. പക്ഷെ ഈ ഭൂമിയും ഇതിന്റെ ഈ പറയുന്ന ബഫർ സോൺ അടക്കമുള്ളവ വന്നാൽ ബാധിക്കും. ഇങ്ങനെ ബാധിക്കുന്ന ഏതൊരാൾക്കും ഈ പറയുന്ന കേസ് കൊടുക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ ഇത് പറയുന്നത് അത് കേസ് കൊടുത്തോണ്ടാണ്, ഷാജൻ മാഷ് കേസ് കൊടുത്തോണ്ടാണ്, ഇനി ആർക്കും ഇങ്ങനെ മണ്ടത്തരം പറയാൻ ആ തൽപര കക്ഷികൾക്കല്ലാതെ, അത് പ്രചരിപ്പിക്കാൻ ആ തൽപര കക്ഷികൾക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. കാരണം സാമാന്യ ബോധമുള്ളവർക്കറിയാം, ഈ അവനവന് നീതി കിട്ടാൻ സർക്കാർ നീതി തരുന്നില്ലെങ്കിൽ കോടതിയെ ആശ്രയിക്കാനുള്ള നിലവിലെ നിയമം അവകാശം നൽകുന്നുണ്ട്. അതിൽ ആർക്കും, ഞാൻ പറഞ്ഞല്ലോ എന്റെ കേസിൽ ഇനി ആർക്കെങ്കിലും കക്ഷി ചേരാം. പഞ്ചായത്തിനോട്, പാവർട്ടി പഞ്ചായത്തിനോട് എത്ര തവണ പാവർട്ടി പഞ്ചായത്തിൽ പ്രമേയം അവതരിപ്പിച്ചല്ലോ അതുപോലെ കേസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട്. കേസ് കൊടുക്കാൻ പാവർട്ടി പഞ്ചായത്ത് തയ്യാറായിട്ടില്ലല്ലോ. എന്താ കേസ് കൊടുക്കാൻ ബുദ്ധിമുട്ട്? പാവർട്ടി പഞ്ചായത്തിന്റെ ഇപ്പൊ എന്റെ കേസിൽ പാവർട്ടി പഞ്ചായത്ത് എഴുതി കൊടുത്തിട്ടുള്ള വിശദീകരണത്തിൽ പറയുന്നുണ്ട്, ഇത് പിന്നെ ഞങ്ങളുടെ പഞ്ചായത്തിന്റെ സ്വത്താണ്, അത് തിരിച്ചു കിട്ടേണ്ടതാണ് എന്നൊക്കെ പഞ്ചായത്ത് എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ എഴുതി കൊടുത്തിട്ടും പഞ്ചായത്തിന്റെ സ്വത്ത് പഞ്ചായത്ത് സർവേ നടത്തി ഈ പറയുന്ന പഞ്ചായത്തി രാജ് നിയമം അനുസരിച്ച് പഞ്ചായത്തിൽ അധിഷ്ഠിതമായ ഈ പുഴ പുറമ്പോക്ക് ഭൂമി ഇത് വനംവകുപ്പ് ഏറ്റെടുത്ത് കൊണ്ടുപോകുമ്പോ
അതിനൊരെതിരെ ഒരു കേസ് കൊടുക്കാൻ എന്താണ് പാവറട്ടി പഞ്ചായത്തിന് മടി? അപ്പൊ പാവറട്ടി പഞ്ചായത്ത് ഇതിൽ ശരിയായ രീതിയിൽ കള്ളക്കളി കളിക്കുന്നു എന്ന് പറയേണ്ടി വരും. നിലവിലെ പാവറട്ടി പഞ്ചായത്തിന്റെ നിലവിലെ ഇത്രയും സമരങ്ങളും പ്രക്ഷോഭങ്ങളും തീരദേശ കമ്മിറ്റികളും വനവൽക്കരണ വിരുദ്ധ സമിതിയും ഇങ്ങനെ ഒരുപാട് സമിതികൾ പാവറട്ടിയുടെ തീരദേശ മേഖലയിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. പല പ്രശ്നങ്ങളും പല സമരങ്ങളും അതിനോടനുബന്ധിച്ച് നടന്നു. ഇതിനെതിരെ പാവറട്ടി പഞ്ചായത്ത് എന്തുകൊണ്ടാണ് കണ്ണടയ്ക്കുന്നത്? പാവറട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തീരദേശ മേഖലയിൽ നമുക്കറിയാവുന്നതുപോലെ തീരദേശ സംരക്ഷണ സമിതി വർഷങ്ങളായി ഇപ്പൊ സമരരംഗത്തുണ്ട് ഈ വിഷയത്തിൽ. അതുപോലെ പുഴ വനവൽക്കരണ വിരുദ്ധ സമരസമിതി സമരരംഗത്തുണ്ട്, കോൺഗ്രസ് സമരരംഗത്തുണ്ട്, അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരരംഗത്തുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് നമുക്കറിയാവുന്നത് പോലെ നമ്മുടെ പ്രിയപ്പെട്ട ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ശ്രീ TN പ്രതാപൻ MP നേതൃത്വത്തിലുള്ള ജാഥ നടന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ ഈ മേഖലയിലെ ഒരുപാട് ക്ലബ്ബുകൾ, തീരദേശ മേഖലയിലെ സൗഹൃദ കൂട്ടായ്മകൾ, AAP മഹല്ലുകൾ, പെരിങ്ങാട് സെന്റ് തോമസ് ചർച്ച് അടക്കമുള്ളവ ഈ കരട് വിജ്ഞാപനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരരംഗത്താണ്. ഇത്രയും ആളുകൾ സമരരംഗത്തായിട്ടും ഈ തീരദേശ മേഖലയിലെ മുഴുവൻ ജനപ്രതിനിധികളും ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിന്നിട്ടും എന്തുകൊണ്ട് പാവറട്ടി പഞ്ചായത്ത് ഒരു കേസിലേക്ക് പോകാൻ മടിക്കുന്നു എന്നുള്ളതിന് ഇന്നും വിശദീകരണമില്ല. ഷാജൻ മാഷ് കേസിന് പോയതുകൊണ്ട് പഞ്ചായത്തിന് കേസിന് പോകാൻ കഴിയില്ല. പഞ്ചായത്തിന് കേസിന് പോകാൻ എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? നാടിന്റെ ജനങ്ങളുടെ ആവശ്യമനുസരിച്ച് കേസിന് പോകാൻ ഈ പറയുന്ന പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവണം. അത് തയ്യാറാവാതെ ഇത് 2005 നട്ടുകൊണ്ടാണ് ഇപ്പൊ ചെയ്യാത്തത്, 2006 നട്ടുകൊണ്ടാണ് ഇത് കാടായത്. ഇത് സർക്കാർ അവരുടെ ഉത്തരവ് പ്രകാരം ഏറ്റെടുത്തത് കൊണ്ടാണ് ഇവിടെ വനമായി മാറാൻ പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ലോകത്ത് എവിടെയാണ് ഇതുപോലെ ഒരു പുഴയെ അതിന്റെ സ്വാഭാവികമായ പരിസ്ഥിതിയിൽ നിന്ന് മാറ്റം വരുത്തി പുഴയെ കാടാക്കി മാറ്റുന്നത്? എവിടെ നടക്കുന്ന കാര്യമാണ്? അപ്പൊ പരിസ്ഥിതിക്ക് തികച്ചും വിരുദ്ധമായിട്ടും ഇതില് ഒരു പരിസ്ഥിതി സംഘടനകളും, നേരത്തെ പറഞ്ഞ സംഘടനകളല്ലാതെ മറ്റൊരു പരിസ്ഥിതി സംഘടനകളും ഇതിനെതിരെ രംഗത്ത് വരുന്നില്ല എന്നുള്ളത് ഇതിലെ ഒരു കള്ളത്തരം വെളിവാക്കുന്ന കാര്യം. അതുപോലെ തന്നെയാണ് പാവറട്ടി പഞ്ചായത്തും. ഇത് പഞ്ചായത്തിന്റെ ഭൂമി എന്ന് പഞ്ചായത്ത് കോടതിയിൽ എഴുതി കൊടുത്ത രേഖ നമ്മുടെ കയ്യിലുണ്ട്. പഞ്ചായത്തിന്റെ ഭൂമിയാണെന്ന് ഇങ്ങനെ എഴുതി കൊടുത്ത രേഖ ഉണ്ടായിട്ടും അത് വനം വകുപ്പ് ഇവരോട് ചോദിക്കാതെ എടുത്തുകൊണ്ട് പോയിട്ടും അതിന് കേസ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് അപഹാസ്യമാണ്. ഞാൻ 2005, 2007 കാലഘട്ടത്തില് പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരു അനുഭവത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ പറയാണ്, നാട്ടുകാരുടെ ഇത്തരം ആവശ്യങ്ങൾക്ക് മുമ്പിൽ പഞ്ചായത്ത് മുന്നിട്ടിറങ്ങണം. ഇത് വനമാക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്തം, അവരുടെ ഭൂമി സ്വന്തമാക്കേണ്ട ഉത്തരവാദിത്തം, പഞ്ചായത്തിന്റെ ഭൂമി പഞ്ചായത്ത് സ്വന്തമാക്കേണ്ട ഉത്തരവാദിത്തം അനുസരിച്ച് കേസ് കൊടുക്കേണ്ട ബാധ്യത പാവറട്ടി പഞ്ചായത്തിന് നിർബന്ധമായുമുണ്ട്. നമ്മുടെ തൃശ്ശൂരിന്റെ MP ബഹുമാന്യനായ TN പ്രതാപൻ, എന്താണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ? ഏത് രൂപത്തിലാണ്? അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും? ഇത് പിൻവലിക്കേണ്ടത് സർക്കാരാണ്. സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള സമരം ചെയ്യാനും ആവശ്യം ഉന്നയിക്കാനുമേ MP ആയാൽ പോലും കഴിയുക. അത് കൃത്യമായി TN പ്രതാപൻ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് 10-500 പേരുടെ ഒരു വലിയ പദയാത്ര, പുഴ സംരക്ഷണ യാത്ര എന്ന പേരിൽ നടത്തിയത്. അത് നടത്തിയത് ഈ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ തന്നെയാണ്. ആ യാത്രയിലാണ് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല, കേരളത്തിന്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി, മുൻ പ്രതിപക്ഷ നേതാവ് വന്ന് പറഞ്ഞത്, എങ്ങാനും ഈ സർക്കാർ ഇത് പിൻവലിച്ചില്ലെങ്കിൽ അടുത്തു വരുന്നത് UDF സർക്കാർ ആണെങ്കിൽ അവരുടെ പ്രഥമ പരിഗണന ഈ പുഴ വനവൽക്കരണ പരിപാടി പിൻവലിക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് അസന്നിഗ്ധമായി അദ്ദേഹം പ്രഖ്യാപിച്ചതും പ്രിയപ്പെട്ട TN പ്രതാപൻ നേതൃത്വം നൽകിയ പുഴ സംരക്ഷണ യാത്രയിൽ വെച്ച് തന്നെയാണ്. ഈ സർക്കാർ കണ്ണു തുറക്കുന്നില്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? സർക്കാർ ഒരു ഉത്തരവിലൂടെ, ഒരു വനംവകുപ്പ് മന്ത്രിയുടെ ഒരു ഒപ്പിലൂടെ ഇത് വനമാക്കി മാറ്റാൻ തീരുമാനിച്ചാൽ അതേ വകുപ്പ് മന്ത്രി ഒരു ഒപ്പിട്ടാൽ തീരുന്ന വിഷയമുള്ള ശനി. ഇതിന് വലിയ ഭയങ്കരമായി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് പുഴ വനവൽക്കരണം, പുഴയെ വനം ആക്കി മാറ്റുന്നില്ല, അത് ഏറ്റെടുക്കുന്നില്ല എന്നൊരു ഒപ്പിട്ടാൽ തീർന്നില്ല വിഷയം. ഈ നാടിനെ സംബന്ധിച്ച് പിന്നെ എന്താ വിഷയം? അത് ചെയ്യാൻ അധികാരം ഈ മന്ത്രിസഭയ്ക്കാണ്. ഈ മന്ത്രിസഭയാണ് അത് ചെയ്യേണ്ടത്. കേരളം ഭരിക്കുന്ന
സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ഇത് പിൻവലിച്ചു എന്ന ഉത്തരവിറക്കൽ. അതിറക്കാണ്ട് ബാക്കി അധികാരമില്ലാത്ത ഞാനോ അധികാരമില്ലാത്ത ഷിനിയോ അധികാരമില്ലാത്ത TN പ്രതാപൻ MP എന്ത് ചെയ്യാൻ പറ്റും? സമരം ചെയ്യാൻ പറ്റും. ആ സമരമാണ് ചെയ്യുന്നത്, ആവശ്യങ്ങളാണ് ഉയർത്തുന്നത്. ആ ഉയർത്തുമ്പോ ഇപ്പൊ തീവ്രമായിട്ട് നമുക്കറിയാം, ഈ ക്യാപ്സ്യൂൾ നിർമ്മാതാക്കൾ ഇവരുടെ ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കി അണികൾക്ക് വിതരണം ചെയ്ത് അത് പ്രചരിപ്പിക്കുക. ഇത് പണ്ട് കാർഡ് ഉണ്ടാക്കിയോണ്ടാണ്, ഇത് ഷാജിം മാഷ് കേസ് കൊടുത്തോണ്ടാണ് ഇനിയിപ്പോ ആർക്കും കേസ് കൊടുക്കാൻ പറ്റാത്തത്. വെറുതെ അല്ല ഇവരെ ചില പേരിട്ട് വിളിക്കുന്നത്. അതിനെ കുറിച്ച് ഞാൻ പറയാൻ ആളല്ല, എങ്കിൽ പോലും അല്പം കോമൺ സെൻസ് വേണ്ടേ? ഇത് കേസ് കൊടുക്കാൻ ഷാജിം മാഷ് കൊടുത്താൽ പിന്നെ ആർക്കും കേസ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന തരത്തിലേക്കൊക്കെ ഇതിന് വ്യാഖ്യാനിച്ച് വളച്ച് ഒടിച്ചു കൊണ്ടുവരേണ്ട കാര്യം എന്തിരിക്കുന്നു? വളരെ സ്ട്രെയിറ്റ് ആണ് വിഷയം. നേരിട്ട് സർക്കാരിന് ഒരു ഉത്തരവിലൂടെ ഇത് പിൻവലിക്കാം, പിൻവലിക്കട്ടെ. അതല്ലേ ജനങ്ങളുടെ ആവശ്യം. അങ്ങനെ ജനങ്ങളോടൊപ്പം നിൽക്കട്ടെ. അത് നിൽക്കാതെ മറ്റു തരത്തിലൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ? MLAയുടെ നിലപാട് എന്താണ് ഈ ഒരു കാര്യത്തിൽ? ഈ നിലവിലെ MLAയുടെ നിലപാട് ഒന്ന് വ്യക്തമാക്കാം. MLA എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ മുരളി പെരുന്നെല്ലി അവർകളാണെന്ന് ശരിക്കും അറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് ഈ കാര്യത്തിൽ എന്താണെന്ന് അദ്ദേഹത്തിന് പോലും നിശ്ചയമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. പണ്ട് ഒരു 2-4 മാസങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് ഇത് പിൻവലിക്കണമെന്ന് ഒരു നിവേദനം കൊടുക്കാൻ പോയപ്പോൾ അതിൻ്റെ കൂടെ അദ്ദേഹം നിന്നു. ഇവിടെ ഒരു നടപടി ഉണ്ടാവില്ല, അത് അവസാനിപ്പിച്ചു, അത് മരവിപ്പിച്ചു എന്ന് പറഞ്ഞതും അദ്ദേഹവും ബന്ധപ്പെട്ട ആളുകളൊക്കെയാണ്. എന്നിട്ടും ഇപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവർ തീവ്രമായ സംരക്ഷണയിൽ ഈ പരിപാടി മുന്നോട്ട് പോവാണ്. അപ്പോൾ ഒരു നിലപാടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്ന കാര്യം. MLAക്ക് ഒരു നിലപാടുണ്ടാവണം. ആ MLA മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ഈ കരട് പ്രഖ്യാപനം പിൻവലിക്കണം. അത് പിൻവലിക്കണമെങ്കിൽ ഓരോ ആർജവത്തോടെ MLA പറയണം, ഇത് പിൻവലിക്കാതെ ഞാന് ഭക്ഷണം കഴിക്കണില്ല എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ പരിഹാരമാവുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതിന് ഇച്ഛാശക്തി ഉണ്ടാവണം, ആർജവം ഉണ്ടാവണം. ഏത് സമയം മുതലാണ് ഇനി ഈ ഒരു നിയമം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ തുടങ്ങുന്നത്? ഇതിന്റെ ഒരു അവസ്ഥ ഇപ്പൊ തന്നെ അതിൻ്റെ ഉള്ളിൽ അതിക്രമിച്ച് കയറാൻ പാടില്ല. ഈ പറഞ്ഞ സ്ഥലത്ത് അതിക്രമിച്ച് ഇതിന്റെ ദോഷങ്ങൾ നമ്മളത് പരിഗണിക്കണ്ടേ? ഇപ്പൊ നമുക്കറിയാവുന്നത് പോലെ അവിടുന്ന് ചെളി കോരാനുള്ള അനുമതി ഇപ്പോഴും ആയിട്ടില്ല. ചില പുഴയിൽ നിന്നൊക്കെ മണൽ കോരാനുള്ള അനുമതി ആയിട്ടും ഇവിടെ എപ്പോഴും അനുമതി കൊടുത്തതായിട്ട് എൻ്റെ അറിവിലില്ല. അവിടെ ഇപ്പോൾ വൈകിട്ടൊന്ന് ചെന്ന് നോക്കുക, ഒരു തുള്ളി വെള്ളം പുഴയിലില്ലാതെ ചതുപ്പായി കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാം. സങ്കടം തോന്നില്ലേ? പെരിങ്ങാട് എൻ്റെ വീടിൻ്റെ അവിടെയുള്ള പെരിങ്ങാട്ട് കടവിൽ നിന്ന് ഒരു ചെറിയ വീട് പോലെയുള്ള അത്തരം വഞ്ചികളെ ഞങ്ങൾ പറഞ്ഞിരുന്നത് പെരവഞ്ചി എന്നാണ്. അതില് ടൺ കണക്കിന് ചകിരി ഉൽപ്പന്നങ്ങളൊക്കെ കയറ്റി കൊണ്ടുപോയിരുന്നത് ആ ഭാഗത്താണ്. അവിടെ 2 ആള് കയറുന്ന ഒരു വഞ്ചി അടുക്കാൻ കഴിയാത്ത തരത്തിൽ ചെളി നിറഞ്ഞു കിടക്കുകയാണ്. ആരാണ് ഇപ്പൊ അതിലേക്ക് ഇറങ്ങാൻ പറ്റുമോ? അതുപോലെ തന്നെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ മത്സ്യം പിടിച്ച് ഉപജീവനം കഴിക്കുന്നവർ പരമ്പരാഗത തൊഴിലാളികളാവണമെന്നില്ല. അല്ലാത്ത ആളുകളും മത്സ്യം പിടിക്കാൻ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. ആ രീതിയിലേക്ക് ഇപ്പോഴും ആളുകളൊക്കെ പിടിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഇവരുടെ വന പ്രഖ്യാപനം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന് അവർ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അവരായിട്ട് സംസാരിച്ചപ്പോൾ അന്ന് പറഞ്ഞത്, തൊഴിലാളികൾ പേടിക്കേണ്ട, അവർക്ക് ഒരു കാർഡ് ഉണ്ടാവും, അങ്ങനെ പരമ്പരാഗത തൊഴിലാളി എന്ന് കാർഡുള്ളവർക്ക് പിടിക്കാമെന്നാണ് പറഞ്ഞത്. പിടിക്കാൻ അവിടെ വെള്ളം ഉണ്ടാവണ്ടേ സാറേ? അവിടെ ചതുപ്പ് നിറഞ്ഞിങ്ങനെ കെടുക്കുക. അപ്പോൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളോട് നമ്മൾ ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, പുഴയുടെ ആഴം കുറഞ്ഞു വരുമ്പോൾ 1 അടി 2 അടി വെള്ളമുള്ള സമയത്ത് ഉണ്ടാവുക. അങ്ങനെ വെള്ളമുള്ള സമയത്ത് 2 അടി വെള്ളം ഉണ്ടാവുമ്പോൾ ആ വെള്ളം സൂര്യപ്രകാശം ഏറ്റ് പെട്ടെന്ന് ചൂടാവും. അങ്ങനെ ചൂടായാൽ അതിൽ മത്സ്യങ്ങൾ നിൽക്കില്ല. സ്വാഭാവികമായ ആഴം ആ പുഴയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ആളുകൾ ഉപജീവനം കഴിച്ചിരുന്ന പുഴയാണത്. എൻ്റെ ചെറുപ്പത്തിൽ എനിക്കറിയാലോ, എത്രയോ ആളുകൾ വഞ്ചിയുമായി പോയി മത്സ്യം പിടിച്ച് വൈകിട്ട് കാലത്ത് ഒക്കെ ആയിട്ട് അത് കൊണ്ടുവന്ന് മാർക്കറ്റിൽ വിൽക്കുന്ന കാഴ്ച കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അത്തരം ആളുകൾക്ക് മത്സ്യം തന്നെ അതിൽ നിൽക്കുന്നില്ല, കാരണം ചെളി കോരുന്നില്ല. ചെളി കോരിയില്ലെങ്കിൽ ചതുപ്പായാൽ അവിടെ കണ്ടൽ വളരാൻ എളുപ്പമാണ്. ഇവരും മെല്ലെ രാത്രിയുടെ മറവിൽ ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും
കണ്ടൽ കൊടുന്ന് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. ആകെ വളരെ കുറച്ച് കണ്ടലാണ് ഈ തീരമേഖലയിലുള്ളത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പിന്നെ ആ സ്ഥലം കാണാത്തവർക്ക് ആയി പറയാ, അവിടെ നിറയെ കണ്ടലല്ല. ആകെ ചേറ്റുവേലുള്ള ആ ഒരു സ്ഥലത്ത് മാത്രമാണ് അതുപോലെ നിറഞ്ഞ് കണ്ടൽ നിൽക്കുന്നത്. പിന്നെ എവിടെയാ അവിടെ കണ്ടലുള്ളത്? തീരദേശത്ത് ഒരു 5-10 കണ്ടൽ ഒരു ഭാഗത്ത്, 10-15 കണ്ടൽ വേറൊരിടത്തില്, അങ്ങനെ വളരെ ചെറിയ തോതിലുള്ള കണ്ടലേ ഉള്ളൂ. ആ കണ്ടലിന്റെ പേര് പറഞ്ഞ് ഇത് കാടാക്കിയാൽ മത്സ്യത്തൊഴിലാളികൾക്ക് പറ്റില്ല. പരമ്പരാഗതമായി ഈ പുഴയിൽ നിന്ന് ചെളി വാരി തെങ്ങിൻ തോപ്പുകളിൽ കുത്തി ജീവിച്ചിരുന്ന ആളുകളുണ്ട്. അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. മത്സ്യങ്ങൾക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. ഇത് മെല്ലെ മെല്ലെ വലിയൊരു കാടാക്കി മാറ്റുന്ന രീതിയിലേക്ക് ഈ വനംവകുപ്പ് കൊണ്ടുപോകുമ്പോ അതിനെതിരെ കൃത്യമായി നിലപാടുണ്ടാവണ്ടേ, നടപടി ഉണ്ടാവണ്ടേ, MLA അതിനനുസരിച്ച് നിൽക്കണ്ടേ? അത് നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഈ നാടിന്റെ ദുര്യോഗമായിട്ട് എനിക്ക് തോന്നുന്നത്. അവസാനമായി ഇതിന്റെ ആത്യന്തികമായിട്ട് എന്താണ് താങ്കൾക്ക് ഈ വനവൽക്കരണത്തെ കുറിച്ച് പറയാനുള്ളത്? ഇത് ഒരു സുപ്രഭാതത്തില് ഏതോ ഉദ്യോഗസ്ഥർക്ക് തോന്നിയ ഒരു കുബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ MLA-മാരെ മാത്രം വിളിച്ചുകൂട്ടി അതിലുന്നയിച്ച ആവശ്യം അംഗീകരിച്ചുകൊണ്ട് 100 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്ന് എന്ന നിലയിലാണ് ഇതിനെ സർക്കാർ കണ്ടത്. അത് നമുക്കറിയാവുന്നത് പോലെ പാവറട്ടി പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഭൂമി ഇതുപോലെ ഏറ്റെടുത്ത് ഒരു പുഴയെ അങ്ങനെ തന്നെ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട്, പരിസ്ഥിതിയുടെ എല്ലാ അർത്ഥതലങ്ങളെയും ലംഘിച്ചുകൊണ്ട് അതിനെ പുഴയെ കാടാക്കി മാറ്റുന്ന ഒരു കാടൻ തീരുമാനമാണ് സർക്കാർ എടുത്തത്. ഇതിൽ ചെയ്യാനുള്ളത് ആരാണോ ഈ തീരുമാനമെടുത്തത് അവർക്ക് തന്നെ ഇപ്പോൾ കരടേ ആയിട്ടുള്ളൂ. അതിൻ്റെ അസൽ പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അത് പിൻവലിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. അതിന് ആർക്കൊക്കെ കേസ് കൊടുക്കാൻ കഴിയുമോ അവരൊക്കെ കേസ് കൊടുക്കാൻ മുന്നോട്ട് വരണം. ആർക്കൊക്കെ സമരം ചെയ്യാൻ കഴിയുമോ അവരൊക്കെ ഒരുമിച്ച് സമരം ചെയ്യാൻ മുന്നോട്ട് വരണം. അതിന് ഒപ്പം നിൽക്കാൻ മണലൂരിന്റെ MLA നിർഭാഗ്യവശാൽ ഇപ്പോഴില്ല. MLA അതിന് ഒപ്പം നിൽക്കണം, നാട്ടുകാരോടൊപ്പം നിൽക്കണം. ഈ മേഖലയിലെ 5 പഞ്ചായത്തുകളെ കൃത്യമായും ബാധിക്കുന്ന ഈ വിഷയത്തിൽ അതിനോടൊപ്പം നിൽക്കാൻ മണലൂരിന്റെ MLA കൂടി തയ്യാറാവുമ്പോൾ ഈ കരട് വിജ്ഞാപനം പിൻവലിച്ചുകൊണ്ട് വീണ്ടും പഴയ സുന്ദരമായ പാവറട്ടിയെ വീണ്ടെടുക്കാൻ നമുക്ക് കഴിയുമെന്നാണ് എനിക്ക് ആത്യന്തികമായി പറയാനുള്ളത്. എന്തായാലും ഈ ചർച്ചയിലേക്ക് വന്ന OJ ഷാജൻ മാഷ്ക്ക് അഭിനന്ദനങ്ങൾ. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് രാഷ്ട്രീയമല്ല വേണ്ടത്. മനുഷ്യരുടെ ആവാസ വ്യവസ്ഥയെ കരിനിയമം കൊണ്ടുവന്നുകൊണ്ട് അത് മൃഗങ്ങളുടെ, പക്ഷികളുടെ ആവാസ വ്യവസ്ഥയാക്കി മാറ്റുന്ന സർക്കാരിനെതിരെ രാഷ്ട്രീയം മറന്നുകൊണ്ട് കൈകോർത്ത് ഒന്നിച്ചു മുന്നോട്ട് പോയാൽ നമ്മുടെ തീരദേശത്തെ നമുക്ക് ആ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. മനസ്സിലാക്കുക, പ്രവർത്തിക്കുക. താങ്ക് യു.